ഇന്ന് ലോകത്ത് 2 തരം ഇൻഷുറൻസ് ഉണ്ട്. കോപ്പറേറ്റീവ് ഇൻഷുറൻസ്, മറ്റൊന്ന് തെമീനു തിജാരി വാണിജ്യ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പദ്ധതി, അത്തരം ഒരു സംവിധാനം പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോ നമുക്ക് ഇങ്ങനെയൊന്ന് കാണാൻ സാധിക്കും. അതൊരു പുതിയ ഇടപാടാണ്. ഓരോ വർഷം ഇൻഷുറൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനി എനിക്കൊരു നിശ്ചിത തുക തിരിച്ചു തരാറുണ്ടായിരുന്നു. ഇസ്ലാമിക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്പര സഹായ സംവിധാനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ വളരെ സജീവമായ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ ഒരു വിഷയമാണ് ഇൻഷുറൻസിൻ്റെ ഇസ്ലാമിക വിധി എന്ന വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ശരീഅത്ത് അത് ഏത് കാലത്തും ഏത് വിഷയത്തിനും ഇസ്ലാമിക വിധി നൽകാൻ മാത്രം ഏത് കാലത്തും ഏത് ദേശത്തേക്കും യോജിച്ചതായിട്ടാണ് അതിൻ്റെ ഘടന. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി, അത്തരം ഒരു സംവിധാനം പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തില്ല. അതിന് സമാനമായ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോ നമുക്ക് ഇങ്ങനെയൊന്ന് കാണാൻ സാധിക്കും. അതൊരു പുതിയ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധിയെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്യുകയും ഏതാണ്ട് ഭൂരിഭാഗം എന്ന് പറയാം, എല്ലാവരും എന്ന് പറയാൻ വയ്യെങ്കിലും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിത സമിതികൾ, ഫത്വ സമിതികൾ, വലിയ പണ്ഡിത കൂട്ടായ്മകൾ, ഫിഖ് അക്കാഡമികൾ, ഇതൊക്കെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും അവർ നമ്മുടെ നാട്ടിൽ കാണുന്ന ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലുള്ളവയുടെ വിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് 2 തരം ഇൻഷുറൻസ് ഉണ്ട്. കോപ്പറേറ്റീവ് ഇൻഷുറൻസ്, ഇസ്ലാമിക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിലൊക്കെയുള്ള അതിനാണ് കോപ്പറേറ്റീവ് ഇൻഷുറൻസ്, തെമീനു താവുനി എന്ന് പറയുക. മറ്റൊന്ന് തെമീനു തിജാരി വാണിജ്യ ഇൻഷുറൻസ്, നമ്മുടെ നാട്ടിലെ ജനറൽ ഇൻഷുറൻസ്, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമിക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്പര സഹായ സംവിധാനമാണ്. അഥവാ ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ തങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള, പണം സമ്പാദിക്കാനുള്ള ഒരു സംവിധാനമല്ല ഈ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് എളുപ്പം മനസ്സിലാകണമെങ്കിൽ പറയുകയാണെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് പരസ്പര സഹായത്തിനായി ഒരു സംവിധാനം ഉണ്ടാക്കിയെന്ന് വെക്കുക. അതിൽ ഒരു 10,000-ഓളം അംഗങ്ങളും ചേർന്ന് ഓരോ അംഗവും ഒറ്റത്തവണയായോ പലതവണയായോ ഈ സംവിധാനത്തിലേക്ക് ഒരു നിശ്ചിത തുക ഡൊണേറ്റ് ചെയ്യും, സംഭാവന ചെയ്യും. ഒരു പ്രദേശത്തെ ഒരു മഹല്ല് എന്ന് നമ്മൾ പറയുമല്ലോ, ആ മഹലിൽ 1000 കുടുംബങ്ങൾ, വ്യക്തികൾ എന്ന് വെച്ചാൽ ഈ 1000 പേരും ഇതിൽ അംഗങ്ങളായി ചേരും. എല്ലാവരും ഒരു തുക ഈ പരസ്പര സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യും. ഈ സംഭാവന ചെയ്യുന്ന നിധിയുടെ ഉടമ യഥാർത്ഥത്തിൽ ആരാണ്? എല്ലാവരുമാണ്. സംഭാവനയാണ് ചെയ്യുന്നത്. തിരിച്ചു തരാമെന്ന ഉറപ്പിന്മേലല്ല സംഭാവന സ്വീകരിക്കുന്ന കമ്മിറ്റി, ഉത്തരവാദപ്പെട്ടവർ എല്ലാവരും കൂടി നിശ്ചയിച്ച ഒരു കമ്മിറ്റി, മേൽനോട്ട കമ്മിറ്റി. ഈ 1000 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ, ഒരു നാശനഷ്ടമുണ്ടായാൽ ഈ നിധിയിൽ നിന്ന് ആവശ്യമായ തുക എടുത്ത് അദ്ദേഹത്തെ സഹായിക്കും. എല്ലാവരും തൃപ്തിപ്പെട്ട് എല്ലാവരും സംഭാവന ചെയ്ത ഈ നിധിയിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. ഇതാണ് ഇസ്ലാമിക് ഇൻഷുറൻസ് അഥവാ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു രൂപം. ആർക്കും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. ഇതിന് ഒരു വർഷത്തേക്ക് എന്നൊക്കെ നിശ്ചയിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ഡൊണേറ്റ് ചെയ്ത, ഈ സംഭാവന ചെയ്തത് എല്ലാവരുടേതുമാണ്.
അത് ഓരോരുത്തർക്കും തിരിച്ചു കിട്ടുന്ന രൂപത്തിലുള്ള സംവിധാനവും അവിടങ്ങളിലൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഖത്തറിൽ ജീവിക്കുന്ന കാലത്ത് വാഹനം ഇൻഷൂർ ചെയ്യുകയും ഓരോ വർഷവും എനിക്ക് വാഹനത്തിൻ്റെ ഒരു അപകടം ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാ വർഷവും ഇതുപോലെ എന്നെ പോലെ ചേർന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അവരിൽ ആർക്കെങ്കിലും ഒക്കെ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ചെലവായ തുക കഴിച്ച് ബാക്കിയുള്ള ഫണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോ വർഷവും ഇൻഷുറൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ ഇസ്ലാമിക് ഇൻഷുറൻസ് കമ്പനി എനിക്കൊരു നിശ്ചിത തുക തിരിച്ചു തരാറുണ്ടായിരുന്നു. അത് അവർക്കുള്ളതല്ല എന്നർത്ഥം. അവർ നടത്തിപ്പുകാർ മാത്രമാണ് ആ കമ്പനി എന്നർത്ഥം. അതിന് ഫൗണ്ടർ മെമ്പർമാർ ചിലരുണ്ടാവും. അവരതിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരാ ഇൻവെസ്റ്റ് ചെയ്ത തുക വികസനോന്മുഖമായ ഏതെങ്കിലും ബിസിനസ്സിലൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ അനുവദനീയമായ ഒരു കാര്യം ഒരു വശത്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഡൊണേറ്റ് ചെയ്ത സംഖ്യ അതിൽ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അനുവദനീയമാണ്, ഇത് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഒന്നും ഇതിലില്ല എന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയൊന്നും സിസ്റ്റം ഇല്ല. നമ്മുടെ നാട്ടിലുള്ളത് തിജാരി എന്ന് പറയുന്ന വാണിജ്യ ഇൻഷുറൻസ് ആണ്. ഈ വാണിജ്യ ഇൻഷുറൻസ് ഹറാമാണ് എന്ന് വിധി പറയാൻ പല ഘടകങ്ങളും അവിടെ അടിസ്ഥാനമായി വർത്തിച്ചിട്ടുണ്ട് പരിശോധിച്ചപ്പോൾ. ഒന്നാമതായി, ഇൻഷുറൻസ് പദ്ധതിയിൽ ഗറർ ഉണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ ഒരു കാര്യമാണ് ഗറർ. പരസ്പര കൈമാറ്റ ഇടപാടിൽ ഗറർ ഉണ്ടെങ്കിൽ അത് പാടില്ല. അത് കച്ചവടമായാലും വാടകയായാലും എന്തെന്ന് പറയും, പരസ്പര കൈമാറ്റ ഇടപാടുകളിൽ ഗറർ പാടില്ല. എന്താണ് ഗറർ? ഗറർ എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം. എന്താണ് അനന്തരഫലം എന്തായിരിക്കും എന്നൊന്നും മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത, പ്രവചനാതീതമായ, അനന്തരഫലം അജ്ഞാതമായ കാര്യത്തിനാണ് ഗറർ എന്ന് പറയുക. അപ്പൊ ഈ ഇൻഷുറൻസിൽ അത് ഹറാമാണെന്ന് പല ഘടകങ്ങളാണ് അതിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഒരു ഘടകം അതിൽ ഗറർ ഉണ്ട് എന്നതാണ്. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒരു സംഖ്യ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകി ഞാൻ ആ പോളിസി എടുക്കുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലേ, എന്തെന്നാണ്, ഞാൻ സ്ഥാപനമാണോ, എന്താണോ ഇൻഷുർ ചെയ്യുന്നത്, എനിക്ക് എന്താണോ, ഈ സ്ഥാപനത്തിന് എന്താണോ, ഈ സംവിധാനം എന്താണോ സംഭവിക്കുക, അങ്ങനെ ഒരു അപകടം സംഭവിക്കുമോ എന്ന് പോലും അറിയില്ല, അനന്തരഫലം അറിയില്ല എന്നർത്ഥം. ഇനി സംഭവിച്ചാൽ അത് എത്ര അളവിലായിരിക്കും എന്നും എനിക്കറിയില്ല. എനിക്കും അറിയില്ല, കമ്പനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഭാവിയാണല്ലോ. ഇനി സംഭവിച്ചാൽ ഏത് അളവിൽ സംഭവിക്കും, ആ അളവിൽ സംഭവിച്ചാൽ അതിന് എത്ര എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് വരും തുടങ്ങി സർവത്ര അനിശ്ചിതത്വമാണ് അതിലുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപാട് അനുവദനീയമല്ല എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി വന്നതുകൊണ്ട് ഒരു ഘടകം ഇതാണ്, ഇൻഷുറൻസിൽ ഗറർ എന്നതുണ്ട് എന്നാണ്. ഈ ഗറർ ഡൊണേഷൻ അടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾ ഗറർ പ്രശ്നമല്ല. ഇപ്പൊ ഞാനൊരാൾക്ക് സമ്മാനം കൊടുത്തു, ഒരു വാച്ച് ഞാനൊരാൾക്ക് സമ്മാനം കൊടുത്തു, ആ വാച്ച് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല. എനിക്കെതിരെ സമ്മാനം കിട്ടിയ ഒരാൾക്ക് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനും വകുപ്പില്ല. ഞാനത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുത്തതാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ ഗറർ നിയമപരമായ ബാധ്യതകൾ ഉണ്ടാക്കുന്നില്ല. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും മൂല്യം വിനിമയം ചെയ്യുന്ന, കൈമാറ്റം ചെയ്യുന്ന പരസ്പര കൈമാറ്റ ഇടപാടുകളിൽ ഗറർ പ്രശ്നമാണ്. അത് ആ ഇടപാടിനെ, ഹലാലായ ഇടപാടിനെ ഹറാമാക്കി മാറ്റും എന്ന് വളരെ വ്യക്തമായിട്ട് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തെ ഘടകം, രണ്ട് തരത്തിലുള്ള പലിശയും ഈ ഇൻഷുറൻസ് ഇടപാടിലുണ്ട് എന്നാണ്. ഇപ്പൊ 5000 രൂപ ഇൻഷുർ അടച്ച ഒരാൾ അടച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അയാൾക്കൊരു അപകടമുണ്ടായി, 5 ലക്ഷമാണ് ആ നഷ്ടത്തിന് അതിന് പരിഹാരമായിട്ട് വേണ്ടെന്ന് വിചാരിക്കുക. അയാൾക്കത് കിട്ടുമ്പോൾ ഇയാൾ കൊടുത്തത്, ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തത് കടമാണ്. ആ കടം കൊടുത്തത് എത്രയാണോ അത്ര തിരിച്ചു വാങ്ങാനേ പാടുള്ളൂ.
അപ്പൊ ഇയാൾ 5000 കൊടുത്ത ഒരാൾക്ക് 5 ലക്ഷം വാങ്ങാനുള്ള ന്യായം എന്താണ്? അത് മറ്റുള്ളവരൊക്കെ കൊടുത്ത സംഖ്യ നമുക്ക് തരികയാണെങ്കിൽ അവരുടെ നഷ്ടം നമ്മുടെ ലാഭമായി മാറായതുകൊണ്ട് അതിൽ ലോട്ടറിയുടെ മൈസറിന്റെ അംശവുമുണ്ട്. ഇങ്ങനെ 3 ഘടകങ്ങൾ, അതായത് ഗററുണ്ട്, പലിശയുണ്ട്, പിന്നെ ഖിമാർ മൈസൂർ എന്ന് പറഞ്ഞപ്പോൾ ചൂതിനുമായുള്ള സാദൃശ്യവും അതിനുണ്ട്. ഇത് 3ഉം അടങ്ങിയത് കൊണ്ട് 4മത്തെ ഒരു ഘടകം പറയുന്നത്, കുറേ ആളുകൾക്ക് തൃപ്തിയില്ലാതെയാണ് എനിക്ക് കിട്ടുന്നത്. പലരും ആളുകളെ സഹായിക്കാന്നുള്ള സഹായ മനസ്സോട് കൂടിയല്ല ഇൻഷുറൻസിൽ പോളിസി എടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ അവരൊന്നും എന്നെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല, നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സഹായ നിധി എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ അതുകൊണ്ട് അന്യായമായ വലാ തഅക്കുലു അംവാലൻ നാസി ബിൽ ബാത്തിലി, അന്യായമായി അവരെ സ്വയം വൃത്തിയില്ലാതെ ആളുകളുടെ ധനം ഭുജിക്കരുത് എന്ന് പറഞ്ഞതുമൊക്കെയായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉൾച്ചേർന്നത് കൊണ്ട് നിലവിൽ നാം കാണുന്ന ഇൻഷുറൻസ് പദ്ധതികൾ ഇസ്ലാമിക ദൃഷ്ട്യാ പാടില്ല, ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ ഇത് അനുവദനീയമാണ്. വാഹനം ഇൻഷുർ ചെയ്യാതെ വാഹനം നമ്മുടെ നാട്ടിൽ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്, അനിവാര്യതകൾ അനനുവദനീയമായ കാര്യങ്ങളെ അനുവദനീയമാക്കുന്നു എന്ന നിയമം ഇവിടെ ബാധകമാണ്. അത് ഖുർആന്റെ തന്നെ അടിസ്ഥാനമാണ്. വിശന്ന് ചാകുന്ന ഒരാൾക്ക് മറ്റൊന്നും ഭക്ഷണം കഴിക്കാനില്ല, കുടിക്കാനില്ലെങ്കിൽ അയാൾക്ക് മദ്യം കുടിക്കാം ജീവൻ നിലനിർത്താൻ, അയാൾക്ക് പന്നിമാംസം കഴിക്കാം. ഇത് രണ്ടും ഇസ്ലാമിൽ ഹറാമാണെങ്കിൽ, അപ്പോ ഇങ്ങനെ നിർബന്ധിത, ഇവിടെ നിയമപരമായ ഒരു നിർബന്ധിതാവസ്ഥയുണ്ട്, സാമൂഹ്യപരമായ നിർബന്ധിതാവസ്ഥയുമുണ്ട്. ഇത്തരം നിർബന്ധിതാവസ്ഥകളിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഇളവുകളുണ്ട് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേസമയം നമ്മുടെ നാട്ടിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുണ്ട്, അതിനൊന്നും ഒരു നിർബന്ധിതാവസ്ഥയുമില്ല. മാത്രമല്ല അത് ഈ പറഞ്ഞ വാഹന ഇൻഷുറൻസ് മറ്റുള്ളവർക്കായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിഗുരുതരമായ നിഷിദ്ധതയിലേക്കാണ് അത് എത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഈ ഇൻവെസ്റ്റ് പ്രീമിയമായ ആളുകൾ നൽകുന്ന ഈ തുക ഭീമമായ പലിശക്ക് കൊടുക്കുകയും അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് വേറൊരു കാര്യം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ നിഷിദ്ധതയുടെ ഒരു പർവ്വമാണ് ഇൻഷുറൻസ് പദ്ധതി എന്ന് മനസ്സിലാക്കാൻ കഴിയും. സംക്ഷിപ്തമായി പറഞ്ഞതാണ്. ഇത് പലർക്കും വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. പിന്നീട് ഒരിക്കൽ അതിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് വിശദീകരിച്ച് പറയാൻ ഇൻഷാ അല്ലാഹ് പറയാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.